ഹലോ ഫ്രണ്ട്സ്, മുള്ളങ്കിരി പീക്കിൽ നിന്നും അടുത്ത യാത്ര എന്ന് പറയുന്നത് വെറൈറ്റി പ്ലേസിലേക്കാണ്. ബാബ മുണ്ടങ്കിരി എന്ന് പറയുന്ന അടിപൊളിയായിട്ടുള്ള ഒരു പ്രദേശത്തേക്കാണ് നമ്മൾ യാത്ര പോകുന്ന വഴിക്ക് ചെക്ക് പോസ്റ്റ് ഉണ്ട്. ചെക്ക് പോസ്റ്റിൽ എനിക്ക് തോന്നുന്നു ഇതിന് കുറച്ച് അപ്പുറത്ത് ഒരു ടൈഗർ റിസർവ് ഉണ്ട്. ആ ടൈഗർ റിസർവുമായി ബന്ധപ്പെട്ട ചെക്ക് പോസ്റ്റ് ഒക്കെയാണ് തോന്നുന്നു. പോകുന്ന വഴിക്ക് ചെറിയൊരു വാട്ടർഫാൾ എന്ന് പറയാനിട്ടില്ല, ഒരു അമ്പലം ഉണ്ട്. ഇവിടെ അമ്പലത്തിന്റെ അടുത്തുനിന്നൊരു വെള്ളം ഇങ്ങനെ സ്റ്റെപ്പിലൂടെ ഇങ്ങനെ ഒഴുകി വരുന്ന ഒരു സീന് കണ്ട് നല്ല അടിപൊളിയായിട്ട് കാണുന്നുണ്ട്. ഇവിടെ കുറേ പേര് എന്തൊക്കെയോ കുളിക്കുന്നു, അതുപോലെ തന്നെ ആർമാദിക്കുന്നൊക്കെ ഉണ്ട്. എന്തായാലും കുളിച്ച സീനുകളും കാര്യങ്ങളൊക്കെയാണ്. മഴക്കാലത്ത് എനിക്ക് തോന്നുന്നു ഇവിടെ നല്ല വെള്ളം വരും തോന്നുന്നു. മഴക്കാലമല്ലല്ലോ, വിന്റർ സീസൺ ആയതുകൊണ്ട് വെള്ളം കുറഞ്ഞാണെന്ന് തോന്നുന്നുണ്ട്. എങ്കിലും ഇവിടെ നമ്മൾ മുന്നോട്ട് പോവാണ്. ഇനി ഉച്ചയായി, ഫുഡ് കഴിക്കണം. ഫുഡ് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും നല്ലൊരു ഹോട്ടൽ കണ്ടു കഴിഞ്ഞാൽ അവിടെ കയറണം. അവിടെ നല്ലൊരു ഫുഡ് കഴിക്കണം. വെറൈറ്റി ഫുഡ് ആയിക്കോട്ടെ വിചാരിച്ച് ഫുഡ് കഴിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഫുഡൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ യാത്ര തിരിക്കുകയാണ്. യാത്ര തിരിക്കുമ്പോൾ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഇവിടെ ഒരു സൈൻ ബോർഡ് കാണാം. കുറച്ച് ആ താഴത്തേക്ക് ഇറങ്ങി പോയി കഴിഞ്ഞാൽ ആ ടൈഗർ റിസർവ് ആണ്. അതുവഴി നമുക്ക് വേണമെങ്കിൽ അഗുംബെ അതുപോലെ മറ്റു ഭാഗങ്ങളിലേക്ക്, ഷിമോഗ ഭാഗങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് പോകേണ്ടത് നേരെ മുന്നിലേക്ക് കാണുന്ന ഈ ബോർഡ് വെച്ചിട്ടുള്ള ബാബ മുണ്ടങ്കിരി എന്ന് പറയുന്ന പ്രദേശത്തേക്കാണ് പോകേണ്ടത്. പോകുന്ന വഴിക്ക് ഒരുപാട് വ്യൂ പോയിന്റുകൾ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഇതുവരെ പോകാത്ത സ്ഥലമാണ്, അതുകൊണ്ട് തന്നെ ഒരു പ്രഡിക്ഷനും പറയുന്നില്ല. മുന്നേക്ക് പോവുക, മുന്നോട്ട് പോവുക എന്നല്ലാതെ വേറൊരു ലക്ഷ്യവും ഇല്ല. എനിക്ക് തോന്നുന്നു ധാരാളം മുകളിലേക്ക് കയറാണ്ട് തോന്നുന്നു. വാഹനങ്ങൾ ഇങ്ങനെ മുകളിലേക്ക് കയറി പോകുന്ന പോലെ കാണുന്നുണ്ട് ഇവിടുന്ന്. ഏകദേശം ഞങ്ങൾ ഇതിൻ്റെ ടോപ്പിൽ ഇപ്പോൾ ഏകദേശം എത്തിയെന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ നിന്നുള്ള കാഴ്ച നോക്കി അടിപൊളിയായിട്ട് കാണുന്നതാണ്. വെസ്റ്റേൺ ഗാർഡൻ്റെ ഒരു മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ഇവിടുന്ന് കാണുന്നത്. വേറെ ഒന്നുമില്ല, പുൽമേടുകൾ മാത്രമേ ഉള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ചെറിയ മരങ്ങളൊക്കെ കാണുന്നുണ്ടെന്നല്ലാതെ ബാക്കി കാഴ്ചകളൊന്നുമില്ല. മഴക്കാലത്ത് ഇവിടെ പൊളിക്കൂട്ടോ. കാരണം വെച്ചാൽ ഒന്നുകൂടി പച്ചപ്പ് കൂടും. അതുപോലെ ചെറിയ വാട്ടർഫാളുകളൊക്കെ ഉണ്ടാകുമ്പോൾ മഴക്കാലത്ത് വേറൊരു ഫീലിംഗ് ആയിരിക്കും, വിൻ്റർ സീസണിൽ വേറൊരു ഫീലിംഗ് ആയിരിക്കും. വേനൽക്കാലത്ത് ഇത് മൊട്ടപ്പറമ്പായിരിക്കും. എന്ന് പറഞ്ഞാൽ വെയിൽ കൊണ്ട് ഇങ്ങനെ എന്താ പറയുക, കരിഞ്ഞുണങ്ങിയ പാടങ്ങൾ പോലെ ആയിരിക്കും ഈ ഒരു പുൽമേടുകൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് നല്ല സീസൺ എന്ന് പറയുന്നത് എപ്പോഴും മഴക്കാലമാണ്, അല്ലെങ്കിൽ വിൻ്റർ സീസണാണ്. വേനൽക്കാലത്ത് ഇങ്ങോട്ട് വരാതിരിക്കുകയാണ് നല്ലത്. നല്ല ചൂടുണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഫീൽ ചെയ്യുന്നുണ്ട്, ചെറുതായിട്ട് തണുപ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനിയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ നമ്മൾ ബാബ മുണ്ടങ്കിരി എന്ന് പറയുന്ന അടുത്തുള്ളൊരു ദർഗയുണ്ട്. ആ ദർഗയിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ദർഗിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പോകുന്നില്ല. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറേ ഗ്രില്ലിട്ട സ്ഥലങ്ങൾ കാണുന്നു. എനിക്കൊന്നും ആളുകളെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഗ്രില്ലിംഗ് ആണ് തോന്നുന്നു. നമുക്കിനി പോകാനുള്ളത് ബാബ മുണ്ടങ്കിരിയിലെ ഒരു ചെറിയ വാട്ടർഫാൾ ഉണ്ട്. ആ വാട്ടർഫാളിലേക്കും അവിടുത്തെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. ആ വ്യൂ പോയിന്റിലേക്കാണ് പോകേണ്ടത്. പോകുന്ന വഴി എന്ന് പറയുന്നത് ഓഫ് റോഡാണ്. കണ്ടില്ലേ, ഓഫ് റോഡാണ്. മണ്ണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ റോഡില്ല, വാഹനങ്ങൾ പോയി ആണെന്ന് റോഡായെന്ന് തോന്നുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു ലഡാക്കിൽ പോകുന്നൊരു ഫീലിംഗ് ആട്ടോ ഇവിടെ ഉള്ളത്. മഞ്ഞുമലകളില്ല എന്നുള്ളൂ, ബാക്കിയൊക്കെ ലഡാക്കിൻ്റെ ആ ഒരു ഭൂപ്രകൃതി തന്നെയാണ് ചുറ്റും കണ്ടുകൊണ്ടിരിക്കുന്നത്. വെസ്റ്റേൺ ഗാർഡിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ കേരളത്തിലുള്ള ഒരു ഭൂപ്രകൃതി ആയിരിക്കില്ല കർണാടകയിലും മഹാരാഷ്ട്രയിലൊക്കെ ഉള്ളത്. വേറെ വ്യത്യസ്തമായ രീതിയിലാണ് ഈ വെസ്റ്റേൺ ഗാർഡ് കിടന്നത്. വേറെ വ്യത്യസ്തമായ രീതിയിലാണ് ഈ വെസ്റ്റേൺ ഗാർഡ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭംഗി വളരെയധികം കൂടുതലാണ് ഇവിടെ ഈ ഭാഗങ്ങളിലൊക്കെ. ഇവിടെ തേയിലത്തോട്ടങ്ങളൊന്നുമില്ല, പുൽമേടുകൾ മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു നല്ല മഞ്ഞ് പെയ്യുന്ന സമയത്ത്, അതായത് നല്ല തണുപ്പുള്ള സമയത്ത് ചെറുതായിട്ടൊക്കെ രാവിലേക്ക് വന്നു കഴിഞ്ഞാൽ ചെറിയ മഞ്ഞൊക്കെ കാണാൻ പറ്റും തോന്നുന്നുണ്ട് കേട്ടോ. ചെറുതായിട്ടൊക്കെ കാണാൻ പറ്റും എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. റോഡിൻ്റെ കണ്ടീഷൻ വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്.
എന്തായാലും ആ കാഴ്ചകൾ നോക്കി, മുന്നിലുള്ള കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള കാഴ്ചകൾ മുന്നേ ഞാൻ കണ്ടിട്ടുള്ളത് ഹിമാചൽ പ്രദേശിൽ പോയപ്പോൾ മാത്രമാണ്. അത്രയ്ക്കും ഭംഗിയുള്ള കാഴ്ചകളാണ് മുന്നേ കാണുന്നത്. പല പല മലമടക്കുകൾ ഇങ്ങനെ നിരന്ന് കിടക്കുകയാണ്. അതുപോലെ തന്നെ നല്ല പച്ചപ്പ് നിറഞ്ഞ പുൽമേടുകളാണ് ചുറ്റുമുള്ളത്. എന്തായാലും യാത്ര പൊളിച്ചു. അത്യാവശ്യം നല്ല ദൂരം കിട്ടാം. പൊടി 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 ഇറങ്ങണ്ട. അങ്ങനെ കുറേ നേരത്തെ ഓഫ് റോഡ് റൈഡിന് ശേഷം ഏകദേശം ഒരു 3 കിലോമീറ്റർ ആണ് ഈ ഓഫ് റോഡ് ഉള്ളത്. 3-3.5 കിലോമീറ്റർ ആണ് ഈ ഓഫ് റോഡ് ഉള്ളത്. നമ്മൾ ഈ ഒരു എൻഡിലെത്തി. ഇവിടെ കുറേ കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അടിപൊളിയായിട്ടുള്ളൊരു വ്യൂ പോയിന്റ് ഉണ്ട്. അങ്ങനെ കാണുന്ന ഒരു പീക്ക് ഉണ്ട്. അതിന് മുകളിൽ ഒരു ടെമ്പിൾ ഉണ്ട്. അങ്ങോട്ടൊക്കെ പോകുന്ന പറയുന്നത് അതിസാഹസികമായിരിക്കും. അങ്ങോട്ടൊന്നും പോകുന്നില്ല. അപ്പോൾ നമ്മൾ ഇനി അടുത്ത ഒരു വ്യൂ പോയിന്റിലേക്കാണ് പോകുന്നത്. ഇതിൻ്റെയൊക്കെ വീഡിയോസ് കിട്ടിയിരുന്നു. ഇവിടെ തന്നെയാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ചിക്കമംഗ്ലൂരിന്റെ വേറൊരു ഭൂപ്രകൃതിയാണ് കാണുന്നത്. ഒരു ചെറുതായിട്ടൊരു മണ്ഡപമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. വ്യൂ പോയിന്റിലേക്ക് താഴത്തേക്ക് ഇറങ്ങി പോകണം. നമ്മുടെ ചെറിയൊരു വാട്ടർഫാളാണ്. വാട്ടർഫാൾ എന്ന് പറഞ്ഞാൽ ഇതിന് പ്രത്യേകതയുണ്ട്. ഈ വാട്ടർഫാളിൽ വന്നിട്ട് കുളിച്ചിട്ട് വേണം നമ്മൾ ആദ്യം കണ്ട ദർഗയുണ്ടല്ലോ, ആ ദർഗയിലേക്ക് പോയിട്ട് അവിടെ പ്രാർത്ഥിക്കാനെന്നാണ് ഇവിടുത്തെ വിശ്വാസികൾ പറയുന്നത്. നമ്മൾ കുളിക്കാനൊന്നും പോകുന്നില്ല. ഈ വാട്ടർഫാൾ ഒന്ന് കണ്ടു നോക്കുക. ഒരു നീരിറവയാണെന്ന് പറയാൻ പറ്റുമോ, ഷവറിംഗ് ആണ്, വാട്ടർഫാൾ എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ കാഴ്ചകൾ കാണാം. ഇതിൻ്റെ ഭാഗത്ത് ഇവിടെ ഒരു എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതിനെപ്പറ്റിയൊക്കെ നമുക്ക് ഇവിടെ ഒരാൾ ഇരിക്കുന്നുണ്ട്. അയാളോട് തന്നെ ചോദിച്ചു നോക്കണം. फिर उसके बारे में बताइए। नाम है सैयद दादा हयात मीर कलंदर बाबा जी। ये बाबा का नाम है सैयद दादा हयात मीर कलंदर बगदादी। बगदाद से आया था। इधर आने का मसला क्या बोलेगा तो आज से 900 साल पहले 900 साल पहले ये पहाड़ी में खाली गंदे लोग था, जादूगर लोग। हाँ जी। जब अल्लाह से बुजुर्ग को हुक्म हुआ ये 5 आदमी आया, जैसा मस्जिद से जमात आता ऐसा। जब आके देखता है तो वजू बनाने पीने इधर 900 साल पहले इधर पानी नहीं था जी। इसको संदल बोलता है। वो संदल में तैमाम किया, नमाज किया, दुआ किया। ये बाबा को 5 आदमी को पानी करामत से पैदा हुआ, कुदरत से। ये पानी कहाँ से आएगा? कोई साइंटिस्ट बिटिस्ट हमारा बाप जला आता कोई नहीं पकड़ा। ये पानी में इतनी तासीर है, आंख में शैतान बहुत बड़ा तकलीफ परेशानी दरखौफ दूर होने की जगह। इसका नाम है मानी का धार। फिर बाबा वजू बनाया, इधर इबादत किया। इबादत करने के बाद इधर जितने भी शैतान लोग था उसको ख़त्म किया, इस्लाम ताज़ा किया। फिर इधर से ऊपर गया तो दरगाह है। वो दरगाह में पंजतन के 5 आदमी फिर इबादत में अल्लाह की याद में बैठ गया। तो बैठते बैठते इबादत में 120 साल का वाक़या गुजर गया। तो उनके 4 खलीफे लोग का पर्दा होगा, उनका 4 मकबर वो दरगाह पे है। फिर वहाँ से दादा हयात को किधर से आया, उधर को बाबा गायब हो गया। 3 साल में एक वक्त इनकी करामत से बाघ आएगा, टाइगर टाइगर। दरगाह का फूल छुआ, नीचे गिरा तो दुम से झाड़ू लगा के सलामी देके जाएगा दरगाह के अंदर। और जो मामा जिगनी बोलेगा ये बाबा का पालक बेटी, इनका जो मज़ार आएगा तिरछी मद्रास जी। इधर जो है खाली मामा जिगनी का चिल्ला बैठक। और ये कौन, वो जो 5 बंदा कौन कौन था? एक तो बाबा था, बाकी 4 कौन था? और उनके खलीफे का नाम हमारे को आइडिया नहीं है। उधर जो बुक मिलता है। हाँ जी जी। मतलब 900 साल पहले आया था, 900 साल पुराना बगदाद से आया था जी। आप इनका बेटा है, कोई आपका सिलसिला है आपका? इनका नाम हजरत नहीं, आपका पूरा नाम क्या है? मेरा नाम मोहम्मद अकरम। अकरम। जो आप इसको पालन कर देखता है? इधर मैं कम से कम 30 साल से कर रहा है। 30 साल का काम कर, मतलब खिदमत कर रहा है जी। आप कहाँ से, आप कहाँ से हो? हम चिकमंगलूर जी। मतलब यही रहते हैं
ഈ ഒരു ബാബ മുണ്ടങ്കിയുടെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ വിശദമായിട്ട് തന്നെ ഹിന്ദിയിലാണ് പറഞ്ഞത്. ഏതോ ഒരു സൂഫി പണ്ഡിതനാണ് അതുമായി ബന്ധപ്പെട്ട ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെയാണ് പുള്ളി പറയുന്നത്. അദ്ദേഹം ബാഗ്ദാദിൽ നിന്ന് വന്നതാണ്. ഇവിടുത്തെ നമാസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളം കിട്ടാതെ ആവുകയും വെള്ളത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും വെള്ളം വന്നുകയും ആ വെള്ളമായിരുന്നു നമ്മൾ ഷവറിങ് കണ്ട വെള്ളം എന്നൊക്കെയാണ് പറയുന്നത്. അവിടുന്ന് തിരിച്ച് നമ്മൾ ഇവിടെ ദർഗയുണ്ട്. ആ ദർഗയുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ പുള്ളിക്കാരൻ പറഞ്ഞു. കൂടുതൽ ഇനിയും വീണ്ടും അത് വിശദീകരിക്കുന്നില്ല. അപ്പോൾ ഹിന്ദിയൊക്കെ അത്യാവശ്യം അറിയുന്ന ആളുകളുണ്ടെങ്കിൽ ആ ഹിന്ദി കേട്ടാൽ തന്നെ അത്യാവശ്യം നോളജും കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് മനസ്സിലാവും. അപ്പോൾ നമ്മളെ യാത്ര ഈ ബാബ മുണ്ടങ്കരിയിലേക്കുള്ള ഈ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഈ ഒരു യാത്രയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നോക്കിയേ, ഭൂപ്രകൃതിയുടെ പ്രത്യേകതയാണ്. ചുറ്റും കാഴ്ചകൾ അതിമനോഹരമാണ്. ഒരുപാട് സ്ഥലത്ത് നമുക്ക് ഒരുപാട് സ്പെൻഡ് ചെയ്യാൻ സമയം ലഭിക്കണം. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റുന്ന ഒരുപാട് പ്രദേശങ്ങൾ ഈ ഒരു ബാബ മുണ്ടങ്കരിയുമായി ബന്ധപ്പെട്ടുണ്ട്. ദർഗയിലേക്ക് ഞങ്ങൾ പോയിട്ടില്ല, അതിനുള്ള സമയം ഞങ്ങൾക്കില്ല. ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് അഗുംബയാണ്. അപ്പോൾ അഗുംബയിലേക്ക് ഞങ്ങൾക്ക് യാത്ര പോകണം. ഇപ്പോൾ തന്നെ ഏകദേശം 5 മണി കഴിഞ്ഞു. 5 മണിക്ക് ശേഷം നമ്മൾ പറയുന്ന ആ ടൈഗർ റിസർവ് ഉണ്ടല്ലോ, ആ ടൈഗർ റിസർവ് ക്ലോസ് ചെയ്യും. അപ്പോൾ തിരിച്ച് ഞങ്ങൾക്ക് ചിക്കമംഗ്ലൂരിലേക്ക് യാത്ര ചെയ്ത് അവിടുന്ന് വേണം അഗുംബയിലേക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഒരിക്കലും ഷെയർ ചെയ്യാൻ മറന്നു പോകരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, കമൻറ്റുകൾ, നിർദ്ദേശങ്ങൾ എല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ അടുത്ത എപ്പിസോഡിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.